ഇന്നത്തെ ചിന്താവിഷയം മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. അനുഗ്രഹിക്കപ്പെട്ട നല്ല വേദവാക്യത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് പ്രവചനയാത്മാവിൽ പരിശുദ്ധയാത്മാവ് നമ്മളോട് പറയുന്ന ദൈവിക ദൂതുകൾ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എൻ്റെ പ്രാർത്ഥനയിൽ, എൻ്റെ വചനധ്യാനത്തിങ്കൽ കർത്താവ് എന്നെ പഠിപ്പിച്ച 1-2 ചിന്തകൾ ഞാൻ നിങ്ങൾക്ക് കൈമാറി ഇന്ന് രാവിലെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു ഒട്ടനവധി അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ദൈവവചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ഇന്നും കർത്താവ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും നമ്മുടെ ജീവിതത്തിൽ യേശു അപ്പ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ കൂടാതെ, അത്ഭുതങ്ങളും അടയാളങ്ങളും കൂടാതെ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് വിവിധ നിലകളിൽ പ്രസംഗങ്ങൾ നടത്തിയതായി നമുക്ക് കാണാൻ കഴിയും. യേശു കർത്താവ് പള്ളിയിൽ പ്രസംഗം നടത്തിയത് നമുക്കറിയാം. കടൽപ്പുറത്ത് വള്ളത്തേൽ ഇരുന്നു കൊണ്ട് പ്രസംഗം നടത്തിയത് നമുക്കറിയാം. സെമിത്തേരിയിൽ ലാസറിന്റെ കല്ലറയുടെ മുമ്പിൽ നിന്നുകൊണ്ട് പ്രസംഗം നടത്തിയത് നമുക്കറിയാം. വീടിനകത്ത് പ്രസംഗം നടത്തിയത് നമുക്കറിയാം. അതേപോലൊരു പ്രസംഗമാണ് മലമേൽ നടത്തിയ പ്രസംഗം. അതിന് മല മുകളിലുള്ള ഈ പ്രസംഗത്തിന് ഗിരിപ്രഭാഷണം എന്ന് നമ്മൾ വേദപണ്ഡിതന്മാർ വിളിക്കുന്നത് കാണാൻ കഴിയും. ഗിരിപ്രഭാഷണം, ഗിരികളിൽ മേൽ, മലകളിലും മേൽ ഇരുന്നു കൊണ്ട് പ്രസംഗിച്ച പ്രസംഗം. ഗിരികളിൽ അല്ലെങ്കിൽ മലകളിൽ പ്രസംഗം മാത്രമല്ല യേശു കർത്താവ് ചെയ്തിട്ടുള്ളത്. സുവിശേഷം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യേശു മലയിൽ പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. പകലുള്ള സമയങ്ങൾ ശിഷ്യന്മാരുമൊത്ത് ഗലീലയിലൊക്കെയും മാനസാന്തരത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചും പഠിപ്പിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ കാണിച്ച് ദൈവരാജ്യത്തെ ഉറപ്പിച്ചു പോന്നു എന്ന് കാണുന്നു. എന്നാൽ രാത്രിയുള്ള സമയങ്ങൾ യേശു കർത്താവ് മലമുകളിൽ കയറി തനിച്ച് വേറിട്ടിരുന്ന ശിഷ്യന്മാരൊന്നുമില്ലാതെ തനിച്ച് പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം ചെലവഴിച്ചു എന്നും വേദപുസ്തകത്തിൽ കാണുന്നുണ്ട്. അപ്പോൾ പ്രസംഗം മാത്രമല്ല മുകളിൽ യേശു ചെയ്തിട്ടുള്ളത്, പ്രാർത്ഥനയും യേശു ചെയ്തിട്ടുണ്ട്. യേശു കർത്താവിൻ്റെ പരസ്യകാല ശുശ്രൂഷയിൽ അനവധിയ ഉദാഹരണങ്ങൾ സഹിതം, അതിന് ബൈബിൾ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, ഉപമകൾ മുഖാന്തരം അനേക അത്ഭുത സാക്ഷ്യങ്ങളും ദൈവരാജ്യത്തിൻ്റെ തത്വങ്ങളും ഒക്കെ പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അതേപോലൊരു പ്രസംഗമാണ് മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിൽ 1 മുതൽ കാണുന്ന വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് മലയിൽ കയറി അവിടെ ഇരുന്നു കൊണ്ട് ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ഒരു പ്രസംഗം നടത്തിയതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവിടെ വായിക്കുന്ന ഭാഗ്യവാന്മാരുടെ ഒരു വലിയ ലിസ്റ്റ് നമുക്ക് കാണാൻ കഴിയും. ഒന്നാമതായി യേശു കർത്താവ് പറഞ്ഞത്, ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, അവർ ദൈവരാജ്യം അവർക്കുള്ളതാണ്, അവരവകാശമാക്കുമെന്നാണ്. രണ്ടാമത് നാം വായിച്ചത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വാസം കണ്ടെത്തും എന്നാണ് കാണുന്നത്. സൗമ്യതയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ഭൂമിയെ കൈവശമാക്കും എന്ന് പറയുന്നു. നീതിക്ക് വിശക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ തൃപ്തി വരും എന്ന് കാണുന്നു. കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കുമെന്നും ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്നും സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുമെന്നും നീതി നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത് എന്നും വേദപുസ്തകത്തിൽ, ഈ പുസ്തകത്തിലെ 5-ാമത്തെ അധ്യായത്തിൽ നീണ്ട ഒരു
ഭാഗ്യവാന്മാരുടെ ലിസ്റ്റിനെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ട് അവർ കരയുന്നു, എന്തുകൊണ്ട് അവർ ആശ്വസിക്കുന്നു, എന്തുകൊണ്ട് അവർ സന്തോഷിക്കുന്നു എന്നതിനെക്കുറിച്ച് ഡീപ്പായി നമുക്ക് ഈ ഭാഗത്ത് പഠിക്കേണ്ടതാണ്. എന്നാൽ ഈ ഗിരിപ്രഭാഷണത്തിനകത്ത്, ഈ മലമുകളിലുള്ള പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ പ്രസംഗത്തിൻ്റെ അതിനകത്തെ കാതലായ ഒരു വാക്യമാണ് 4-ാമത്തെ വാക്യം. ആ വാക്യമാണ് ഇന്ന് നമ്മൾ ചിന്തയ്ക്ക് വേണ്ടി എടുത്തിരിക്കുന്നത്. അതിൻ്റെ തൊട്ട് മുമ്പും പുറകിലും ഒക്കെ ധാരാളം ഭാഗ്യവാന്മാരെക്കുറിച്ചും ആ ഭാഗ്യം ഉണ്ടാകാനുള്ള കാരണങ്ങളെക്കുറിച്ചും ഏത് തരത്തിലുള്ള ഭാഗ്യമാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നതിനെക്കുറിച്ചും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ഇന്ന് ചിന്തിക്കാൻ, അതിൽ കൂടെ ഒരു ദൂത് കണ്ടെത്തി ആശ്വാസം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നത് ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്നാണ്. ദുഃഖിക്കുക. ഇന്ന് മനുഷ്യകുലങ്ങൾ ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വിഷയമാണ് ദുഃഖം. ദുഃഖമില്ലാത്ത ആരുമില്ല. ജനിച്ചു വീഴുന്ന കുഞ്ഞു മുതൽ മരണത്തിലേക്ക് നോക്കി നിൽക്കുന്ന നമ്മുടെ വല്യപ്പച്ചന്മാരും വല്യമ്മച്ചിമാർ വരെ ഒരു വാക്കൂടെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മനുഷ്യനായി ജനിച്ച വികാരമുള്ള ജീവികൾക്ക് മുഴുവനും ഉള്ള ഒരു കാര്യമാണ് ദുഃഖം. പലതിനെക്കുറിച്ചുള്ള ദുഃഖമുണ്ട്. സ്വന്തം വീടിനെക്കുറിച്ച് ദുഃഖമുണ്ട്, മക്കളെക്കുറിച്ച് ദുഃഖമുണ്ട്, ഭാവിയെക്കുറിച്ച് ദുഃഖമുണ്ട്, ജോലിയെക്കുറിച്ച് ദുഃഖമുണ്ട്, കടഭാരത്തെക്കുറിച്ച് ദുഃഖമുണ്ട്, വീടിനെക്കുറിച്ച് ദുഃഖമുണ്ട്, നാളെക്കുറിച്ച് ദുഃഖമുണ്ട്. അതിനല്ലേ യേശു കർത്താവ് പറഞ്ഞ്, നിങ്ങൾ നാളേക്കായി വിചാരപ്പെടരുത് എന്ന് പറഞ്ഞാൽ ദുഃഖിക്കരുത്. നാളെ എന്തുടുക്കും, എന്ത് തിന്നും, എന്ത് കുടിക്കും, ഈ വക കുറിച്ച് ചിന്തിക്കരുത്, വിചാരപ്പെടരുത്. അത് ജാതികൾ അത്ര അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് തിന്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വയ്ക്കുവീൻ. നിങ്ങൾ ആ വിഷയത്തിൽ ഭാരപ്പെടേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട എന്ന് യേശു കർത്താവ് പഠിപ്പിച്ച ഭാഗം നമുക്ക് അറിയാം. ഇനി എന്തിനാ ഏറെ പറയുന്നത്? യേശുവിൻ്റെ ശിഷ്യന്മാർ ദുഃഖിച്ചില്ലേ? യേശു പോലും ഈ ഭൂമിയിലായിരുന്നപ്പോൾ ദുഃഖം പല പ്രാവശ്യം യേശുവിനെ അലട്ടിയില്ലേ? പല വിഷയത്തിലും കർത്താവ് ദുഃഖിച്ചു, കരഞ്ഞു എന്നൊക്കെ വേദപുസ്തകത്തിൽ കാണാനായിട്ട് കഴിയും. അപ്പം ഞാൻ ഓർപ്പിച്ചതുപോലെ മനുഷ്യനായി പിറന്ന സകല മനുഷ്യർക്കും ദുഃഖം ഉണ്ട്. എന്നാൽ ഇവിടെ കാണുന്ന ദുഃഖം സാമ്പത്തികം ഉണ്ടാകാനോ ഇച്ചിരി പൈസ കയ്യിൽ വരാനോ കടം മാറാനോ ഉള്ള ദുഃഖമല്ല. മക്കൾക്ക് 30 വയസ്സ് കഴിഞ്ഞു, പെങ്കൊച്ചിന് 28 കഴിഞ്ഞു, കല്യാണം നടന്നിട്ടില്ല. അതിനെക്കുറിച്ചുള്ള ദുഃഖമല്ല 5-ാം അധ്യായത്തിൽ കാണുന്ന ദുഃഖം എന്ന് പറയുന്നത്. ഇവിടെ ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയാൻ കാരണം, അവർക്ക് ആശ്വാസം കിട്ടുമെന്ന് പറയാൻ കാരണം, അത് വലിയൊരു സബ്ജക്റ്റാണ്. 2 തരത്തിലുള്ള ദുഃഖത്തെക്കുറിച്ച് നമുക്കിവിടെ കാണുവാൻ കഴിയും. ഈ ഭാഗം പഠിക്കുമ്പോൾ ദൈവാത്മാവിൽ ഞാൻ ഈ പഠനം നടത്തിയപ്പോൾ 2 തരത്തിലുള്ള ദുഃഖങ്ങളാണ്. ഒന്നാമത്തെ ദുഃഖം എന്ന് പറയുന്നത് പാപത്തെക്കുറിച്ചുള്ള ദുഃഖം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൽ നിന്ന് അകന്നുപോയല്ലോ എന്ന ചിന്ത മനുഷ്യന്റെ ഹൃദയത്തിൽ വ്യാപരിച്ചിട്ട് ഒരു നൊമ്പരം ഉണ്ടാകുക, ഹൃദയത്തിനകത്തൊരു നൊമ്പരം ഉണ്ടാകുക. ഇത് ഒരു ദുഃഖമാണ്. അയ്യോ, ഞാൻ ദൈവത്തെ വിട്ടു പോയല്ലോ, ഞാൻ പാപം ചെയ്തല്ലോ, അത് വേണ്ടായിരുന്നു, ആ പാപം ഞാൻ ചെയ്യണ്ടായിരുന്നു, ആ തെറ്റ് ഞാൻ ചെയ്യണ്ടായിരുന്നു, ആ രഹസ്യ പാപം അത് ഞാൻ ചെയ്യണ്ടായിരുന്നു, ആ കള്ളം പറഞ്ഞത് വേണ്ടായിരുന്നു, അവനെ ദ്രോഹിച്ചത് അടിച്ചത് വേണ്ടായിരുന്നു, മറ്റുള്ളവരെ മുറിപ്പെടുത്തിയത് പരിക്കേൽപ്പിച്ചത് വേണ്ടായിരുന്നു, ദൈവത്തെ വിട്ടുപോയത് വേണ്ടായിരുന്നു, ദൈവത്തോട് തർക്കുത്തരം പറയണ്ടായിരുന്നു. ഈ വക കാര്യങ്ങളെക്കുറിച്ചൊരു ദുഃഖം നമ്മുടെ ഉള്ളിൽ വന്നാൽ വേദപുസ്തകം പറയുകയാണ് അതിനൊരു ആശ്വാസമുണ്ടെന്ന്. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറയുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഭൗതിക കാര്യങ്ങളെക്കുറിച്ചുള്ള ദുഃഖത്തിൽ വന്നിട്ട് നിങ്ങൾ ഭാഗ്യവാനാണ്, നിങ്ങൾക്ക് ആശ്വാസം കിട്ടും, നിങ്ങൾക്ക് വീട് കിട്ടും, കാറ് കിട്ടും, ജോലി കിട്ടും, അതല്ല പ്രിയരെ. നിങ്ങളുടെ ആന്തരിക അവയവങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആന്തരികമായ നിലയിൽ നിങ്ങൾക്ക് ഒരു കുറ്റബോധം സംഭവിച്ചിട്ട്, ചെയ്തു പോയ പാപത്തെക്കുറിച്ച്, ചെയ്തു പോയ വീഴ്ചകളെക്കുറിച്ച് ഒരു അനുതാപം ഉണ്ടാക്കിയിട്ട്, ഹൃദയത്തിനകത്ത് ഒരു ഞരക്കമുണ്ടാകുമ്പോൾ, ഒരു തേങ്ങലുണ്ടാകുമ്പോൾ, ഹൃദയം പൊടിയുമ്പോൾ, അയ്യോ വേണ്ടായിരുന്നു, ദൈവം എന്നോട് പിണങ്ങുമല്ലോ, ദൈവം എന്നോട് കോപിക്കുമല്ലോ, ദൈവം എന്നെ അടിക്കുമല്ലോ, നിത്യത നഷ്ടപ്പെട്ടു പോകുമല്ലോ,
അവനോട് അങ്ങനെ പറയണ്ടായിരുന്നു. എൻ്റെ കൂടെ ഇരുന്ന് ആരാധിക്കുന്ന ഒരാളല്ലേ, ഒരുമിച്ച് ഞങ്ങൾ കത്രിമേശ എടുക്കുന്നവരല്ലേ, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ ഭർത്താവല്ലേ, ആ വ്യക്തിയോട് അങ്ങനെ ഇടപെടണ്ടായിരുന്നു, എൻ്റെ ഭർത്താവല്ലേ, ബഹുമാനിക്കണമായിരുന്നു എന്നൊരു ധാരണ ഹൃദയത്തിനകത്ത് വന്നിട്ട് പറഞ്ഞുപോയ, ചെയ്തുപോയ, കാണിച്ചു കൂട്ടിയ സകല പാപങ്ങളും ഓർത്ത് ഒരു ഞരക്കം ഹൃദയത്തിനകത്ത് വരുമ്പോൾ കർത്താവ് അതിനെ നോക്കി പറയുക, ആ വിഷയത്തിൽ നിങ്ങൾ ദുഃഖിച്ചാൽ, ഒന്നുകൂടെ പറഞ്ഞാൽ, ഇന്നലകളിൽ ചെയ്തു പോയ പാപപ്രവൃത്തികൾ, ഇന്നലകളിൽ മനസ്സാ വാച കർമ്മ അറിയാത്തതും അറിഞ്ഞതുമായ വിഷയത്തിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകാത്തക്ക നിലയിൽ, ദൈവം നിന്നിൽ നിന്ന് മാറിപ്പോകത്തക്ക നിലയിൽ നീയും ദൈവവും തമ്മിൽ നിൽക്കുമ്പോൾ, നീ ദൈവത്തിന് ഒത്തിരി അകന്ന് ജീവിക്കത്തക്ക നിലയിൽ എവിടെയെങ്കിലും നീ തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ അത് നിമിത്തമുള്ള അനുതാപം ഉണ്ടാകുമ്പോൾ നിനക്ക് ആശ്വാസം കിട്ടുമെന്ന് നമുക്കറിയാം. പഴയ നിയമത്തിൽ ദാവീദ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ രണ്ടാമത്തെ രാജാവെന്ന ആ വ്യക്തിയെ നമുക്കറിയാം. 1 ശമൂവേലിന്റെ പുസ്തകത്തിന് 2 ശമൂവേലിന്റെ പുസ്തകങ്ങളൊക്കെ വായിക്കണം. ദാവീദിന്റെ വലിയൊരു ഹിസ്റ്ററി അവിടെ നമുക്ക് കിട്ടും. ദാവീദ് ഒരു ഇടയ ചെറുക്കനായിരുന്നു. ഒരപ്പൻ്റെ വീട്ടിലെ ഏറ്റവും ഇളയ മകന്, അപ്പൻ്റെ ആടുകളെ മേച്ച് വനാന്തരങ്ങളിൽ കഴിഞ്ഞുകൂടിയ ഒരു മകൻ. ചേട്ടന്മാരൊക്കെ പട്ടാളത്തിൽ പോകാൻ അപ്പോയിൻമെൻ്റ് ലെറ്ററും കാത്തിരുന്ന് മസിലൊക്കെ ഉരുട്ടി ആമ നല്ല ബോഡിയൊക്കെ വരുത്തി കാത്തിരിക്കുകയാണ് ഒരു പട്ടാള ജോലിക്ക് വേണ്ടി. അപ്പൻ അവരെ അതിനു വേണ്ടി ട്രെയിൻ ചെയ്യിപ്പിക്കുക. എന്നാൽ ആ വീട്ടിലെ ഏറ്റവും ഇളയവനായ ഇവനെ കൊള്ളത്തില്ലെന്ന് പറഞ്ഞ്, ഗുണമില്ലെന്ന് പറഞ്ഞ്, ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് അപ്പൻ്റെ കുറേ ആടുകളെ കൈ കൊടുത്ത് വനാന്തരത്തിലേക്ക് വിട്ടിരിക്കുക. എന്നാൽ അവിടെ വെച്ച് ദൈവത്തെ അവൻ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ജീവനുള്ള ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്തപ്പോൾ, ഒന്നാമത്തെ രാജാവായ ശൗല് വീണപ്പോൾ, ആ വീഴ്ചയിൽ ഇസ്രായേലിനെ നടത്തുവാൻ ദൈവം കണ്ട മനുഷ്യനാണ് ദാവീദ്. ഈ ദാവീദ് കൊട്ടാരത്തിൽ വന്നു. എങ്ങനെയാ വന്നത്? ശാമുവേലിന്റെ കയ്യിൽ തൈലക്കൊമ്പിനകത്ത് തൈലം നിറച്ച് ദൈവം അവനെ അയച്ചു. എവിടെ? ദാവീദിന്റെ അപ്പനായിരിക്കുന്ന ഈശായിയുടെ വീട്ടിലേക്ക്. അവിടെ ചെന്ന് തൈലക്കൊമ്പുമായി അവിടെ ചെന്നിട്ട് അവരിൽ ഒരുവനെ, അല്ലെങ്കിൽ ഈശായിയുടെ മക്കളിൽ ഒരുവനെ രാജാവ് അഭിഷേകം ചെയ്തു. എന്നാൽ അവിടെ ചെന്നപ്പോൾ അപ്പൻ്റെ മക്കളിൽ ഈ ദാവീദ് ആ വീട്ടിലില്ല. അവനെ വിളിച്ചുകൊണ്ട് വരിക എന്ന് പറഞ്ഞ് അവനെ വിളിച്ചുകൊണ്ട് വന്നപ്പോൾ തൈലക്കൊമ്പിനകത്തെ തൈലം തിളച്ചു. ആ തൈലം ദാവീദിന്റെ മേൽ ഒഴിച്ച് അവനെ അഭിഷേകം ചെയ്തു. കാട്ടിൽ നിന്ന് ദൈവം അവനെ കൊട്ടാരത്തിൽ എത്തിച്ചു. അഭിഷേകം വീണാൽ നീ എവിടെ കിടക്കുന്നു എന്നുള്ള ദൈവത്തിന് വിഷയമല്ല. അഭിഷേകം നിന്റെ മേൽ വീണാൽ നിന്നെ അവിടുന്ന് പൊക്കിയെടുത്ത് കൊട്ടാരത്തിൽ കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. ഇന്ന് നീ തകർച്ചയിലായിരിക്കും, ഇന്ന് നീ പരാജയത്തിലായിരിക്കും, ഇന്ന് നീ വേദനയിലായിരിക്കും, ഇന്ന് നീ രോഗാവസ്ഥയിലായിരിക്കും, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം 4 നിലയിൽ പൊട്ടി ഫ്ലാഷായി കിടക്കുകയായിരിക്കും. എന്നാൽ കർത്താവിൻ്റെ ആത്മാവ്, പരിശുദ്ധ ആത്മാവ്, യേശുവിൻ്റെ ആ ശക്തി കൊണ്ട് നിങ്ങളുടെ മേൽ അയച്ച് പകർന്നാൽ നിങ്ങളുടെ ഇന്നത്തെ ഈ കിടപ്പിൽ നിന്ന്, ഈ അവസ്ഥയിൽ നിന്ന് നിങ്ങളെ മറ്റൊരു നിലയിലേക്ക് അനുഗ്രഹിച്ച് നിങ്ങളെ വർദ്ധിപ്പിച്ച് നിങ്ങളുടെ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി നിങ്ങൾക്ക് ആശ്വാസം തരാൻ എൻ്റെ ദൈവം മതിയായവനാണ്. ഞാൻ പറഞ്ഞു വന്ന വിഷയം, ദാവീദ് അങ്ങനെ രാജാവായി. ഒരിക്കൽ ദാവീദ് ഒരു പാപം ചെയ്തു. ജീവിതത്തിൽ ചെയ്യരുതാത്ത പാപം ദാവീദ് ചെയ്തു. അതുകൊണ്ട് എന്ത് ചെയ്തു? ദാവീദിൻ്റെ മേൽ ദൈവത്തിൻ്റെ കോപം വന്നു. പ്രവാചകനെ ദാവീദിൻ്റെ അടുക്കലേക്ക് അയച്ചു. പ്രവാചകൻ ദാവീദിനോട് സംസാരിച്ചു. ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, അങ്ങനെ ഒരു പാപം ചെയ്ത വ്യക്തി ഇവിടെ ഉണ്ടെന്ന്. ദാവീദ് പറഞ്ഞു, ആ മനുഷ്യൻ ജീവിച്ചിരിക്കാൻ പാടില്ല. എന്നാൽ പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ആ മനുഷ്യൻ നീയാ എന്ന് പറഞ്ഞപ്പോൾ അവിടെ വായിക്കുന്ന ഇങ്ങനെയാണ്, ദാവീദ് നിലമ്പാട് വീണ് കരഞ്ഞു. ദാവീദ് നിലമ്പാട് വീണ് കരഞ്ഞിട്ട് ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞു, ചെയ്തു പോയത് വലിയ തെറ്റാണ്. ഒരു സ്ത്രീയെ കണ്ട് മോഹിച്ച് അവിടെ ഭർത്താവിനെ കൊന്ന് അവളെ സ്വന്തമാക്കി. എന്നാൽ തെറ്റെന്ന് പരിശുദ്ധാത്മാവ് അവനോട് പറഞ്ഞപ്പോൾ നിലമ്പാട് വീണ് കരയുവാനും നിലവിളിക്കുവാനും ദാവീദ് റെഡിയായപ്പോൾ ദാവീദിന്റെ വിഷയത്തിൽ ദൈവം ആശ്വാസം കൊടുത്തു. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ഞാൻ പറയാം, നിന്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റ് വലുതായിരിക്കാം, മാരകമായ തെറ്റായിരിക്കാം,
കല്ലെറിഞ്ഞ് കൊല്ലത്തക്ക നിലയിലുള്ള പ്രമാണ ലംഘനമായിരിക്കാം നീ ചെയ്തത്. ജീവിതത്തിൽ വലിയ പരാജയങ്ങളായിരിക്കാം സംഭവിച്ചത്. നിന്റെ ആകുന്ന കാലത്ത് നിന്റെ ജീവിതത്തിൽ, രഹസ്യ ജീവിതത്തിൽ നീ ഒത്തിരി തെറ്റുകൾ ചെയ്തിട്ടുണ്ടാകാം. സമൂഹത്തിൽ നീ മാന്യനും സമൂഹത്തിൽ നീ വിശുദ്ധനുമായിരിക്കാം. പക്ഷെ രഹസ്യ ജീവിതത്തിൽ നീ പല തെറ്റുകളും ചെയ്തിട്ട് നീ ഒന്നും അറിയാത്ത നിലയിൽ പോയ ഒരു സാഹചര്യം കാണും. എന്നാൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങളോട് പറയാം, നീ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നു കൊണ്ട്, കിടക്കുന്ന കിടക്കിൽ കിടന്നുകൊണ്ട്, യേശുവേ ഞാൻ ചെയ്ത തെറ്റ് എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കുറവ് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ഒരുപിടി കണ്ണുനീര് നീ ഒഴുക്കാൻ റെഡിയാണെങ്കിൽ, ഇവിടെ ഇതാ കർത്താവിൻ്റെ വചനം പറയുന്നു, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, കാരണം അവർക്ക് ആശ്വാസം കിട്ടും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് ദുഃഖിക്കണം. ദൈവത്തോട് ഏറ്റുപറയണം, കർത്താവെ എൻ്റെ അറിവില്ലായ്മയിൽ അല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചെയ്തത്, കർത്താവെ എന്നോട് ക്ഷമിക്കണേ, അത് നിത്യതയ്ക്ക് കണക്കിടരുതേ, എൻ്റെ ദൈവം എന്നോട് കരുണ കാണിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകണം. അങ്ങനെ പ്രാർത്ഥിക്കുകയും ദൈവസന്നിധി കരയുകയും ഏറ്റുപറയുകയും ചെയ്താൽ, ആ കരച്ചിലിനെ നോക്കിക്കൊണ്ടാണ് യേശു കർത്താവ് പറഞ്ഞത്, ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്താ കാരണം? നിനക്ക് ആശ്വാസം കിട്ടും. ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ടോട് പറയാം, വർഷങ്ങളായി നിന്റെ ഹൃദയത്തിനകത്ത് ആശ്വാസം കിട്ടാതെ ഓരോ മണിക്കൂർ കഴിയുമ്പോഴും തേട്ടി വന്ന് നിന്നെ വല്ലാതെ കുറ്റബോധത്തിലേക്ക് കൊണ്ടുപോകും ചില വിഷയങ്ങൾ നിന്നെ അടിഞ്ഞുകൂടി കിടപ്പുണ്ടെങ്കിൽ, ഇന്ന് രാവിലെ അതിനോട് കർത്താവിൻ്റെ സന്നിധി കൊണ്ടുവച്ചിട്ട് മാപ്പ് പറഞ്ഞ് അതിനെ ഗുഡ് ബൈ പറയാൻ നീ തയ്യാറാകുന്നെങ്കിൽ ഒരാശ്വാസം നിനക്ക് കിട്ടും. നിന്റെ മനസ്സിന് ആശ്വാസം കിട്ടും, നിന്റെ ജീവിതത്തിൽ ആശ്വാസം കിട്ടും. ഇനി നിന്നെ ആ ശക്തി പിന്തുടരുകയില്ല. ഏറ്റുപറയേണ്ടതുപോലെ നീ ഏറ്റുപറഞ്ഞ് കരഞ്ഞാൽ മതി. ഇവിടെ ഇതാ വേദപുസ്തകത്തിൽ കരയുന്ന അനേകരെ നമുക്ക് കാണാൻ കഴിയും. റോമാലേഖനം 8-ാം അധ്യായം 23-ാമത്തെ വാക്യത്തിൽ അവിടെ എഴുതിയിട്ടുണ്ട്, പുത്രത്വത്തിന് വേണ്ടി കാത്ത് ഉള്ളിൽ ഞരങ്ങുന്നു. റോമാലേഖനം 8-ാം അധ്യായത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഞാൻ ഉള്ളിൽ ഞരങ്ങുന്നു. എന്തിന്? പുത്രത്വം കാത്തു സൂക്ഷിക്കാൻ, യേശുവിൻ്റെ ശക്തി കാത്തു സൂക്ഷിക്കാൻ, യേശുവിനുള്ള കൃപ കാത്തു സൂക്ഷിക്കാൻ. ഈ പുത്രത്വം യേശു എൻ്റെ ഉള്ളിൽ വരാൻ ഞാൻ ഞരങ്ങുന്നു എന്നാണ്. ഇന്ന് രാവിലെ നമ്മൾ ഏതിനു വേണ്ടിയാണ് ഞരങ്ങുന്നത്? പ്രിയപ്പെട്ടവരെ, ഇങ്ങോട്ട് നോക്കിക്കേ, നമ്മൾ എന്തിനാ ഞരങ്ങുന്നത്? ഓരോ ദിവസവും കിടക്കയിൽ എഴുന്നേൽക്കുന്നത് ഞരക്കത്തോടല്ലേ? ഓരോ ദിവസം കിടക്കയിലേക്ക് പോകുന്നതും ഞരക്കത്തോടല്ലേ? എന്തിനാ നീ ഞരങ്ങുന്നേ? പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും, ദൈവസന്നിധി മുട്ടുമടക്കുമ്പോഴും, ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകുമ്പോഴും, ആരാധനയ്ക്ക് പോകുമ്പോഴും, കുടുംബ പ്രാർത്ഥനയിൽ ഇരിക്കുമ്പോഴും നീ ഞരങ്ങുകയല്ലേ? എന്തിനാ നീ ഞരങ്ങുന്നേ? അത് കുറച്ച് പണം കിട്ടാൻ, എനിക്ക് കുറച്ച് ഒരു വീട് കിട്ടാൻ, അല്ലെങ്കിൽ കൊച്ചുങ്ങൾക്ക് ജോലി കിട്ടാൻ, ആ കൊച്ചുങ്ങൾക്ക് അല്ലെ വിവാഹം നടക്കാൻ, ഇതിനല്ലേ ഞരങ്ങുന്നേ? ഇന്ന് പകൽ അതല്ല നീ ഞരങ്ങേണ്ടത്. കർത്താവേ, ആ പുത്രത്വം എന്നിലേക്കൊന്ന് വരണമേ, ആ പുത്രന്റെ ശക്തി എന്നിലേക്കൊന്ന് വരണമേ, ആ പുത്രനായ ക്രിസ്തു എന്നിലേക്ക് വരണമേ എന്ന് പറഞ്ഞ് റോമാലേഖനം 8:23 പൗലോസ് പറയുന്ന ഞരക്കം പോലെ ജീവിതത്തിൽ ഒരു ഞരക്കം, ഒരു കരച്ചിൽ, ഒരു നിലവിളി ഉണ്ടായാൽ ഇന്ന് രാവിലെ ആത്മാവി പറയാം, ആ ദുഃഖിക്കുന്ന നിനക്ക് ഒരാശ്വാസം കിട്ടിയിരിക്കും. പാപത്തിൽ നിന്ന് നീ പുറത്തു വന്നിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ഞരക്കം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? പാപത്തെക്കുറിച്ചുള്ള ദുഃഖം, ദൈവമേ ചെയ്തു പോയല്ലോ എന്ന് പറയുന്ന ദുഃഖം. എന്നാൽ രണ്ടാമത്തത് ലോകത്തിൻ്റെ അവസ്ഥയെ ഓർത്തുള്ള ദുഃഖം. അനീതിയും കഷ്ടപ്പാടും ഈ ലോകത്തിൽ പെരുകി വരികയാണ്. നീതി കിട്ടാത്ത അവസ്ഥ. മനുഷ്യൻ സ്വസ്നേഹികളും വമ്പ് പറയുന്നവരും ആകുകയാണ്, സ്വസ്നേഹികളാകുകയാണ്. സ്വയം സ്നേഹിക്കുക. മറ്റുള്ളവരെ കൊന്നാലും ചതിച്ചാലും മുടിച്ചാലും ഞാൻ നന്നാകണം, എൻ്റെ ജീവിതം നന്നാകണം, എനിക്ക് 10 പൈസ വേണം, എൻ്റെ സാമ്രാജ്യം കെട്ടി ഉയർത്തണം, എൻ്റെ മക്കൾ നന്മ പ്രാപിക്കണം. സ്വസ്നേഹം ഉണ്ടാകുകയാണ്, കഷ്ടപ്പാടുകൾ ഉണ്ടാകുകയാണ്. ജീവിതത്തിൽ മാറ്റിവെക്കാൻ കഴിയാത്ത കഷ്ടപ്പാടുകൾ, ഒന്ന് മാറുമ്പോൾ മറ്റൊന്ന്, ജീവിതത്തിൽ വലിയ ദുഃഖങ്ങൾ കയറുക. ഇവയോർത്ത് നീ ദുഃഖിക്കുമ്പോൾ പരിശുദ്ധ ആത്മാവ് ഇന്ന് പകൽ പറയുന്നു, നിനക്ക് ആശ്വാസം കിട്ടും. ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടും ദൈവകൃപയോടും കൂടെ ഞാൻ ഇന്ന് പകൽ നിങ്ങൾക്ക് ദൂത് കൈമാറുകയാണ്. ദൈവസന്നിധിയിൽ നിങ്ങൾ ദുഃഖിക്കുന്നെങ്കിൽ അത് നിത്യതയെക്കുറിച്ചുള്ള ആഗ്രഹത്തോടു കൂടെ ഉള്ള ദുഃഖമായിരിക്കണം. ദൈവമേ, ഞാൻ അങ്ങയുടെ മുഖം ഒന്ന് കാണാൻ പറ്റുമോ? അങ്ങയുടെ കൂടെ എനിക്ക് നടക്കാൻ പറ്റുമോ? എവിടെയെങ്കിലും ഞാൻ തെറ്റിപ്പോയിട്ടുണ്ടോ എന്നുള്ള ചിന്ത ഹൃദയത്തിൽ ഭരിച്ചിട്ട് ദുഃഖത്തോടെ
കഴിഞ്ഞ കാലങ്ങളിലെ ജീവിതത്തിലെ തെറ്റുകളും കുറവുകളും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാനും ലോകമയമായ ജീവിതത്തോട് വിട പറയാനും തയ്യാറായാൽ നിനക്കൊരാശ്വാസം കിട്ടും. ആശ്വാസമില്ലാത്തവരെ വേദപുസ്തകത്തിൽ യേശു കർത്താവ് യോഹന്നാന്റെ സുവിശേഷം 16:33 പറയുന്നത് ഇങ്ങനെയാണ്: ലോകത്തിൽ നിങ്ങൾ കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ചില പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഈ ലോകത്തെ ജയിച്ച കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയ്ക്കൊത്തവണ്ണം ഞാൻ ദൂത് കൈമാറുകയാണ്. ഈ ലോകത്തെ നിങ്ങൾ ജയിക്കും, ഈ പാപത്തെ നിങ്ങൾ ജയിക്കും, ഈ തകർച്ചയെ നിങ്ങൾ ജയിക്കും, ഈ അന്ധകാരത്തെ നിങ്ങൾ ജയിക്കും. ജയം നിങ്ങളുടെ പക്കൽ ഒരു സുതാര്യമായിരിക്കും. അങ്ങനാണെങ്കിൽ ഇന്ന് രാവിലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പരിശുദ്ധ ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഞാൻ വിളിച്ചു പറയുകയാണ്, ദൈവം നിങ്ങൾക്ക് വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യും. നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ചില ഉറവകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. നിങ്ങളുടെ ജീവിതത്തിലെ നിലവിളികൾ കർത്താവ് കാണും, ആശ്വാസം ദൈവം നൽകിത്തരും. ഈ മാസം അവസാനിക്കാൻ ഇനിയും ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, ഏതാണ്ട് ഒരാഴ്ച മാത്രം. എന്നാൽ ഈ ആഴ്ച കഴിയുന്നതിന് മുമ്പ്, ഈ മാസം തീരുന്നതിന് മുമ്പ് നിനക്കൊരാശ്വാസം നിന്റെ വിഷയത്തിൽ കർത്താവ് തരും. നിങ്ങൾ നിലവിളിക്കുന്ന വിഷയത്തിൽ ഒരാശ്വാസം കിട്ടും. നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ ഒരാശ്വാസം ദൈവം നൽകിത്തരും. ആശ്വാസത്തിൻ്റെ നായകനും ഉടമസ്ഥനുമായ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയ ആശ്വാസദായകൻ യേശു നിന്നെ വിളിക്കുന്നു എന്ന് പാട്ടുകാരൻ പാടിയതുപോലെ ഇന്ന് രാവിലെ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു. കർത്താവിൻ്റെ ശക്തി നിങ്ങളെ വിളിക്കുന്നു നിങ്ങളുടെ വിഷയത്തിന് മറുപടി തരാൻ. അതുകൊണ്ട് ലോകത്തിലെ കഷ്ടങ്ങളും ലോകത്തിലെ ദുഃഖങ്ങളും ഭാരങ്ങളും ഓർത്ത് നിരാശപ്പെട്ട് തലയ്ക്ക് കൈ കൊടുത്തുകൊണ്ട് നിരാശയോടുകൂടെ ഇരിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ആശ്വാസത്തിൻ്റെ ഉടമസ്ഥനായ കർത്താവിൻ്റെ പൊന്മുഖത്തേക്ക് നോക്കുവാനാണ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ പരിശുദ്ധ എൻ്റെ പ്രിയപ്പെട്ട മക്കളോട് ഞാൻ പറയട്ടെ, യേശു കർത്താവ് ഗിരിപ്രഭാഷണ സമയത്ത് പ്രസംഗിച്ചതുപോലെ പറഞ്ഞതുപോലെ ദുഃഖിക്കുന്ന നിനക്കൊരാശ്വാസമുണ്ട്. നീ ഒരു ഭാഗ്യവാനാണ്. നീ ദുഃഖിച്ചാൽ, ദൈവസന്നിധിയിൽ നീ ദുഃഖിച്ചാൽ, മനുഷ്യന്റെ മുമ്പിലല്ല, കൂട്ടുകാരുടെ മുമ്പിലല്ല, ദൈവത്തിൻ്റെ മുമ്പിൽ നീ ദുഃഖിച്ചാൽ, ദൈവത്തിൻ്റെ മുമ്പിൽ നീ കരഞ്ഞാൽ, മനുഷ്യന്റെ മുമ്പിൽ നിന്നെ കരയിപ്പിക്കത്തില്ല, മനുഷ്യന്റെ മുമ്പിൽ നിന്നെ ദുഃഖിപ്പിക്കത്തില്ല. കാരണം നീ ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞവനാണ്. ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവി പറയാം, ദൈവത്തിൻ്റെ മുമ്പിൽ കര, ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്ക്. വേദപുസ്തകത്തിൽ ഇങ്ങനെ പറയുന്നു, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ച് പോയതുമില്ല. ഈ എളിയവർ നിലവിളിച്ചു, യഹോവ കേട്ടു. അങ്ങനെയെങ്കിൽ യേശു കർത്താവ് പറഞ്ഞതുപോലെ ഇന്ന് പകൽക്കാലം ലോകത്തിൽ ജയിക്കാൻ കഴിവുള്ള കരുത്തുള്ള ക്രിസ്തു നമ്മുടെ കൂടെയുള്ളപ്പോൾ നമ്മൾ നാളെ ഓർത്ത് വ്യാകുലപ്പെടേണ്ട, നമ്മുടെ ഭാവി ഓർത്ത് ഭാരപ്പെടേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടേണ്ട. നിങ്ങൾക്കൊരാശ്വാസം തരാൻ എൻ്റെ യേശു മതിയായവനാണ്. ദുഃഖിക്കുന്ന നിങ്ങൾക്ക് ആശ്വാസം ലഭിച്ചിരിക്കും, ഒരു വിടുതൽ ലഭിച്ചിരിക്കും, ഒരു വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ദൈവം തന്നിരിക്കും. ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട, കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എൻ്റെ കൂടെ ചേർന്ന് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയ്ക്കാം. ഈ സന്ദേശം ഇന്ന് രാവിലെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും നിങ്ങളുടെ കണ്ണുകൾ അടച്ച് സ്വർഗത്തിലേക്ക് നോക്കിക്കേ. നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയം എന്താ? ഇന്നലെ നിരാശപ്പെട്ടത് ഒരുപക്ഷെ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ആയിരിക്കാം, ജോലി ആയിരിക്കാം, കടഭാരമായിരിക്കാം, അല്ല നീ കഴിഞ്ഞ നാളുകളിൽ ചെയ്തു പോയ നിന്റെ തെറ്റുകൾ ഓർത്തായിരിക്കാം, പാപം ഓർത്തായിരിക്കാം, വഴിവിട്ട ജീവിതം ഓർത്തായിരിക്കാം, എവിടെയോ കർത്താവുമായി അടുക്കാൻ കഴിയാതെ നീ അകന്നുപോയതായിരിക്കാം ഇന്ന് നിന്നെ കരയിപ്പിക്കുന്നത്, ഇന്ന് നിന്നെ ദുഃഖിപ്പിക്കുന്നത്. എന്നാൽ ഇന്നു പകൽ നിന്റെ ദുഃഖത്തിന് ഒരു അറുതി വന്ന് നിനക്ക് ആശ്വാസം പകർന്ന് ആശ്വാസത്തിൻ്റെ ഉടമസ്ഥനായ കർത്താവ് നിന്നെ ശക്തീകരിക്കുന്ന, നിന്നെ കൃപയിൽ നടത്തുന്ന, നിന്നെ ബലത്തിൽ നടത്തുന്ന അഭിഷേകത്തിൻ്റെ ശക്തി കൊണ്ടും കൃപ കൊണ്ടും ദൈവം നിന്നെ മാനിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ സന്ദേശത്തിൻ്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുക. ഞങ്ങളുടെ ദുഃഖത്തിന് ഒരു അറുതിയുണ്ടെന്നും ഞങ്ങൾക്കൊരാശ്വാസമുണ്ടെന്നും ഞങ്ങൾക്കൊരു വിടുതലുണ്ടെന്നും ഇന്ന് രാവിലെ ഞങ്ങളോട് പറഞ്ഞ ദൈവിക ദൂതിനായി, ദൈവിക ആലോചനയ്ക്കായി സ്തോത്രം. കർത്താവിൻ്റെ വലിയ പദ്ധതികൾക്കായി സ്തോത്രം. കർത്താവിൻ്റെ വലിയ നിയോഗത്തിനായി സ്തോത്രം. കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ
അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ദൈവിക പദ്ധതികൾ വെളിപ്പെട്ട് വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകൾ അഴിയട്ടെ. രോഗം മാറട്ടെ, ക്ഷീണം മാറട്ടെ, പൈശാചിക ദുഷ്ടശക്തികൾ അഴിഞ്ഞു മാറട്ടെ. ഏതൊക്കെ വിഷയത്തിൽ ഈ ജനം ദുഃഖിക്കുന്നോ, നിരാശപ്പെടുന്നു, അതിനൊരാശ്വാസം ഇന്ന് രാവിലെ കർത്താവ് അവർക്ക് കൊടുക്കണേ. അവരുടെ തലമുറയ്ക്ക് കൊടുക്കണമേ. അവരുടെ ജോലി മേഖലയിൽ കൊടുക്കണമേ. അവരുടെ കുടുംബ ജീവിതത്തിൽ കൊടുക്കണമേ. അവരെവിടൊക്കെയോ നിരാശയിലാണ്, അതിനൊരു വിടുതൽ കർത്താവ് കൊടുക്കണമേ. ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ട് ഞങ്ങളെ വിടുവിച്ചിരിക്കുന്നതിനായി സ്തോത്രം. ദൈവശക്തി കൊണ്ട് ഞങ്ങളെ നിറയ്ക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. നിങ്ങളുടെ അവസ്ഥകൾക്ക് ദൈവം വ്യത്യാസം വരുത്തും. നിങ്ങളുടെ ദുഃഖത്തിന് ഒരറുതിയുണ്ട്. വേഗത്തിലൊരാശ്വാസം യേശു അപ്പ കരുതി വച്ചിട്ടുണ്ട്. അതുകൊണ്ട് ധൈര്യമായി കർത്താവിൻ്റെ സന്നിധി ഇരിക്കുക. ഈ ദുഃഖത്തിന് ഒരു മറുപടിയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകളെ ഓർത്ത് നീ ദുഃഖിച്ചാൽ നീ ഭാഗ്യവാനാണ്. ഒരിക്കലും നീ മോശക്കാരനല്ല. യേശു അപ്പ പറഞ്ഞത് അങ്ങനെയാണ്, നീ ഭാഗ്യവാനാണ്. അതുകൊണ്ട് ഭാഗ്യാവസ്ഥയിലേക്ക് നിങ്ങൾ വരിക. ആശ്വാസം യേശുവിൻ്റെ പക്കലുണ്ട്. ആശ്വാസത്തിൻ്റെ നായകനായ യേശു നിങ്ങളെ വിളിക്കുന്നു. ആ യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്ക്. ദൈവം നിങ്ങളെ മാനിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയം മറ്റൊരു ദൂതുമായി നമുക്ക് കാണാം. പ്രിയപ്പെട്ടവരെ, പ്രത്യേകാൽ ഗ്രേസ് TV നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് ദൈവിക സന്ദേശം നിങ്ങൾ കേൾക്കാൻ കഴിയും. നിങ്ങൾ കേൾക്കുക. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ നിങ്ങൾ അമർത്തി വെക്കുക. നിങ്ങളുടെ ഫോണിൽ എല്ലാ ദിവസവും നോട്ടിഫിക്കേഷൻ കിട്ടും. ഈ മിനിസ്ട്രി ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ കൃപയാൽ ഈ ദിവസങ്ങളിൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യട്ടെ. അതേപോലെ തന്നെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങൾക്ക് എഴുതുക. ഈ മെസ്സേജിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ അത് എഴുതിയിടുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവ് വലിയവ ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ജീവിതങ്ങൾക്ക് വിടുതലായി തീർന്നെങ്കിൽ ഈ പകൽ നിങ്ങൾക്കും ഇതൊരു വിടുതലാണ്. അതുകൊണ്ട് ഭാരപ്പെടേണ്ട. നിങ്ങൾ ഭാഗ്യവാനാണ്. ഇന്നലകളെ ഓർത്ത് നിങ്ങൾ ദുഃഖിച്ചാൽ അതുകൊണ്ട് നിങ്ങൾക്ക് ആശ്വാസം കിട്ടും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.